പെയിന്റ് ബ്രഷിന്റെ സൈസ് കുറച്ചു. എന്നിട്ട് ആ ഭാഗം ഒന്ന് വരയ്ക്കാമെങ്കിൽ കണ്ടല്ലേ, ഗിംബ് നല്ല രീതിയിൽ. ഗിംബിന്റെ 5ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ടൂൾ എന്ന് പറയുന്നത് ഫോർഗ്രൗണ്ട് സെലക്ട് ടൂളാണ്. അപ്പോൾ എന്തിനാണ് ഫോർഗ്രൗണ്ട് സെലക്ട് ടൂൾ ഉപയോഗിക്കുന്നത്? ഏതൊരു ചിത്രത്തിൽ നിന്നും വളരെ അനായാസം ഒരു വസ്തുവിനെ കട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടൂളാണ് ഫോർഗ്രൗണ്ട് സെൽ ടൂൾ. അതായത് വലിയ അധ്വാനമൊന്നും ഇല്ലാതെ ഏത് വസ്തുവും കട്ട് ചെയ്തെടുക്കാൻ സഹായിക്കുന്ന ടൂളാണ് ഫോർഗ്രൗണ്ട് സെൽ ടൂൾ. അപ്പം എൻ്റെ കയ്യിൽ ഒരു പൂവിൻ്റെ ചിത്രമുണ്ട്. അത് ഞാൻ ക്ലിക്ക് ചെയ്ത് കൊണ്ടുവന്ന് നമ്മുടെ ഗിമ്മിനകത്ത് ഇട്ടു. നമുക്ക് വേണ്ടത് ഈ പൂവിനെയാണ്. നമുക്ക് നോക്കാം ഫോർഗ്രൗണ്ട് സെൽ ടൂൾ കൊണ്ട് എത്ര എളുപ്പമാണ് അത് കട്ട് ചെയ്തെടുക്കാൻ എന്നുള്ളത്. അപ്പം ഇടത് സൈഡിൽ വരിക, അവിടെ കുറേ ടൂൾസ് ഉണ്ടായിരിക്കും. അവിടെ നമ്മുടെ ഫോർഗ്രൗണ്ട് സെൽ ടൂൾ കിടപ്പുണ്ട്. ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻവാസ് വന്നു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഒരു ഔട്ട്ലൈൻ ആണ് കൊടുക്കേണ്ടത്. അതായത് അതിൻ്റെ ചുറ്റും ഒന്ന് വരയ്ക്കുക, ഈ പൂവിൻ്റെ ചുറ്റും ഒന്ന് വരയ്ക്കാം. അതായത് ക്യാൻവാസ് വന്നിട്ട് ഇവിടുന്ന് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്ന് ചുറ്റും പൂവിന് ചുറ്റും ചുമ്മാ ബേസിക്കായിട്ട് വരയ്ക്കുക. പൂവിന് ചുറ്റും കറക്റ്റായിട്ടൊന്നും ആണോന്നില്ല, ചുമ്മാ ബേസിക്കായിട്ട് വരയ്ക്കുക. എന്നിട്ട് എവിടെയാണോ തുടങ്ങിയത് അവിടെ നിന്ന് തീരുക. എന്നിട്ട് എൻ്റർ കീ കൊടുക്കുക. എൻ്റർ കീ കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ എല്ലാം മാറും. നമ്മുടെ കഴ്സറിൻ്റെ ഭാഗം മാറിയിട്ട് ഒരു ബ്രഷായി മാറും. ഓക്കെ, ഇപ്പോൾ ഒരു ബ്രഷാണ്. ഈ ബ്രഷ് എന്ത് വേണം, നമ്മൾ ഒന്നുകൂടി ആ പൂവിനകത്ത് മാത്രമായിട്ട് വരയ്ക്കുക. പൂവിനകത്ത് മാത്രമായിട്ട് വരയ്ക്കുക. ഓക്കെ, ഇതാണ്ടില്ലേ. എന്നിട്ട് ഒന്നുകൂടി എൻ്റർ കൊടുക്കാം. കണ്ടോ, സ്വന്തമായിട്ട് തന്നെ ഗിംബ് കണക്ക് കൂട്ടി മനസ്സിലാക്കി ഏതാണ് ഫോർഗ്രൗണ്ട് എന്നും ഏതാണ് ബാക്ക്ഗ്രൗണ്ട് എന്നും. ഓക്കെ, നമുക്ക് ഫോർഗ്രൗണ്ട് എന്താണ് ബാക്ക്ഗ്രൗണ്ട് നോക്കാം. അതായത് നമ്മളിപ്പം ഈ പൂവിനെ നമുക്ക് ഫോർഗ്രൗണ്ട് എന്ന് വിളിക്കാം. അതായത് നമുക്ക് ഇതിനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ട ഒബ്ജക്റ്റ്. ഓക്കെ, ബാക്കിയുള്ള എല്ലാം ബാക്ക്ഗ്രൗണ്ട് എന്ന് വിളിക്കാം. അതായത് നമുക്ക് വേണ്ടാത്ത ഭാഗമാണത് എന്ന് വേണമെങ്കിൽ പറയാം. ഉദ്ദേശിക്കുന്നത് അങ്ങനല്ല, ഫോർഗ്രൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ. ഏറ്റവും മുന്നിരിക്കുന്ന വസ്തു എന്ന് വേണമെങ്കിൽ ഉദ്ദേശിക്കുന്നതാണ് ഫോർഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ. ഏറ്റവും ബാക്കിലിരിക്കുന്ന വസ്തുവിനെയാണ് ബാക്ക്ഗ്രൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതൊക്കെ അങ്ങനെ തന്നെ. അപ്പോൾ നമ്മൾ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഗിംബ് കണക്ക് കൂട്ടി മനസ്സിലാക്കും. പക്ഷെ ചിലയിടത്തൊക്കെ മിസ്റ്റേക്ക് ഉണ്ടല്ലേ. അവിടെയാണ് നമുക്ക് ഇടത് സൈഡിൽ അഡീഷണൽ ആയിട്ട് കുറേ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രയോജനം വരുന്നത് അവിടെയാണ്. അതായത് ഇപ്പോൾ സൂം ചെയ്യുക, ഇവിടെ കണ്ടില്ലേ, ഇവിടെ തെറ്റായിട്ടാണ് കണക്ക് കൂട്ടിയിരിക്കുന്നത് ഗിംബ്. അപ്പോൾ നമുക്ക് ഇവിടെ ഡ്രോ മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് നോക്കാം അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അതിൽ ഡ്രോ മോഡിനകത്ത് ഇപ്പം ഡ്രോ ഫോർഗ്രൗണ്ട് ആണ്. നമ്മളിപ്പം ഓൾറെഡി തന്നെ ഗിമ്മിനോട് പറഞ്ഞു ഏതാണ് ഫോർഗ്രൗണ്ട് എന്ന്. അതിനാണ് ഡ്രോ ഫോർഗ്രൗണ്ട്. നമ്മൾ ഓൾറെഡി വരച്ച് ഗിമ്മിനോട് പറഞ്ഞിരുന്നു. ഇനി നമുക്ക് ഗിമ്മിനോട് പറയാം ഏത് ഭാഗമാണ് ബാക്ക്ഗ്രൗണ്ട്. ഈ ഭാഗം ബാക്ക്ഗ്രൗണ്ട് ആണ്. അപ്പം എന്ത് ചെയ്യണം, ഡ്രോ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് ആ ഭാഗത്തൊന്നും പെയിന്റ് ചെയ്യാം. ഓക്കെ, അവിടെ ശരിയായിട്ടുണ്ട് ചെറുതായിട്ട്, എന്നാലും പോരാ എനിക്കറിയാം. ഓക്കെ, അപ്പം ഡ്രോ ബാക്ക്ഗ്രൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്രേ ഉള്ളൂ. നമ്മൾ ഗിമ്മിനോട് പറയാണ് ഏതാണ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞത്. പിന്നെ താഴെയുള്ളതാണ് ഡ്രോ അൺനോൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ. നമ്മൾ ആദ്യം എന്താണ് ഈ ഡ്രോ അൺനോൺ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. അതിനെന്ത് വേണം, കീബോർഡിൽ എസ്കേപ്പ് കീ പ്രസ് ചെയ്യാം. എസ്കേപ്പ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എങ്ങനെയാണോ വരച്ചത് അതുപോലെ തന്നെ വന്ന് കിടക്കുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പം ഇതിനകത്ത് കുറച്ച് ഏരിയ ഉണ്ടല്ലേ, ഇവിടെ ബ്ലൂ കളറും ഇല്ല, ഈ കളറും ഇല്ല. ഇവിടെ ഒരു ചെറിയ നേരിയ ബ്ലൂ കളറേ ഉള്ളൂ, നേരിയ നീല കളറാണ്. ആ ഭാഗമാണ് അൺനോൺ ഏരിയ. അതായത് അത് ഗിംബിന് നമ്മൾ വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഗിംബ് സ്വയം അവിടെ ആ ഭാഗം എല്ലാം കണക്ക് കൂട്ടിയിട്ട് ഗിംബ് തന്നെ മനസ്സിലാക്കും അത് എന്താണ്, ബാക്ക്ഗ്രൗണ്ട് ആണോ ഫോർഗ്രൗണ്ട് ആണോ എന്ന്. ഓക്കെ, നമുക്ക് ഡ്രോ ചെയ്ത് പറയാൻ പറ്റും, ഗിമ്മിനോട് പറയാൻ പറ്റും ഇന്ന ഭാഗം എനിക്കറിയാൻ മേല, നീ തന്നെ കണക്ക് കൂട്ടിക്കൊള്ളാൻ. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ അറിയാതെ കയറി നമ്മുടെ ഇതിലേക്ക് കയറി നമ്മുടെ ഫോർഗ്രൗണ്ട് കളർ അടിച്ചു വെച്ചു. എന്നിട്ട് എൻ്റർ കീ കൊടുത്തു. അപ്പോൾ കണ്ടില്ലേ. ഇനി ഒന്ന് ഓർത്ത് നോക്കുക, ഡ്രോ അൺനോൺ എന്ന് പറഞ്ഞിട്ട് ആ ഭാഗത്തൊന്ന് വരച്ചു നോക്കുക. ആ പൂവെ മാത്രം ഒന്ന് വരച്ചു നോക്കുക. ആ പൂവിൻ്റെ ആ ഭാഗത്തൊന്ന് വരച്ചു നോക്കുക. കണ്ടല്ലേ, ഇപ്പോൾ ഗിംബ് മനസ്സിലാക്കി. ഓക്കെ, അത് ഞാൻ തന്നെ നോക്കിക്കൊള്ളാം എന്നാണ് ഗിംബ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഗിമ്മിനോട് പറഞ്ഞാൽ ഗിംബെ നീ തന്നെ ഉദ്ദേശിച്ചാൽ മതി, നീ തന്നെ കണക്ക് കൂട്ടി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഗിംബ് കണക്ക് കൂട്ടി പറഞ്ഞു നമ്മളോട്. അതിനാണ് ഡ്രോ അൺനോൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഇനിയും വേറൊരു കാര്യമുണ്ട്. ഈ ഭാഗം കണ്ടില്ലേ, ഈ ഭാഗം ശരിക്കും ഫോർഗ്രൗണ്ട് ആണ്. പക്ഷെ ഗിംബ് അവിടെ ചെറിയ ബ്ലൂ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ആ ഭാഗം ബാക്ക്ഗ്രൗണ്ട് ആയിട്ടാണ് ഗിംബ് കാണുന്നതെന്നാണ്. അതിനാണ് നമുക്ക് അവിടെ എന്ത് ചെയ്യണം, ഒന്ന് പെയിന്റ് ചെയ്യണം. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഈ ബ്രഷിൻ്റെ സൈസ് വളരെ കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യണം, നേരെ വരിക ടൂൾസ് ഓപ്ഷനകത്ത്. അതിനകത്ത് സ്ട്രോക്ക് വിഡ്ത്ത് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് ഇടത്തോട്ട് നീക്കാം. ഇടത്തോട്ട് നീക്കുമ്പോൾ കണ്ടില്ലേ ബ്രഷിൻ്റെ സൈസ് കുറഞ്ഞു. ഇച്ചിരി കുറയ്ക്കാം, കണ്ടില്ലേ പിന്നെയും കുറഞ്ഞു. എന്നിട്ട് ആ ഭാഗത്തൊന്ന് ഡ്രോ ചെയ്യുക, ഒന്ന് വരയ്ക്കുക. ഓക്കെ, കണക്ക് കൂട്ടി ഗിംബ് കണക്ക് കൂട്ടി മനസ്സിലാക്കി. അപ്പോഴും അവിടെ ഇവിടെയൊക്കെ പോരായ്മയുണ്ട്. അതിനാണ് താഴെ എഞ്ചിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എഞ്ചിന് മുമ്പായിട്ട് നമുക്ക് ഈ പ്രിവ്യൂ മോഡ് എന്താണെന്ന് മനസ്സിലാക്കാം. ഇപ്പം നമ്മൾ ഈ കാണുന്നതാണ് പ്രിവ്യൂ മോഡ്. ശരിക്കും ഇത് സെലക്ഷൻ ആയിട്ടില്ല. സെലക്ഷൻ ആയി കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു പൂവിൻ്റെ ചുറ്റും ഉറുമ്പുകൾ ഇങ്ങനെ ഇഴയുന്ന പോലെ കാണുമായിരിക്കും അല്ലേ. ഇപ്പോൾ ആയിട്ടില്ല, ഇപ്പോൾ വെറും പ്രിവ്യൂ ആണ്. ഓക്കെ, അതായത് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ
സെലക്ഷൻ വീണ് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് ഗിംബ് നമ്മളെ കാണിച്ചിരിക്കുകയാണ്. അപ്പം ഈ ഒരു പ്രിവ്യൂ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. അതായത് ചിലപ്പോൾ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന വസ്തു ചിലപ്പോൾ വന്നിട്ട് നീല കളറാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ ഈ നീലയും ആ നീലയും വെച്ച് നമുക്ക് കൺഫ്യൂസ് ആയി പോകും. അവിടെയാണ് നമുക്ക് കളർ മാറ്റാനുള്ള ഓപ്ഷൻ വരുന്നത്. ഇവിടെ കളർ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് ഏത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഓക്കെ, കണ്ടല്ലേ? അപ്പോൾ നമുക്ക് ഇച്ചിരി വ്യക്തമായിട്ട് കാണാൻ പറ്റി എവിടെയൊക്കെയാണ് മിസ്റ്റേക്ക് ഉള്ളതെന്ന്. അതോടൊപ്പം തന്നെ ഗ്രേ സ്കെയിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഗ്രേ സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം കാണാൻ പറ്റും. എന്നിട്ട് നമുക്ക് കാണാൻ പറ്റും എവിടെയൊക്കെ ചെറിയ ചെറിയ പോരായ്മ ഉണ്ടല്ലേ. ഇവിടെ എല്ലാം പോരായ്മകളുണ്ട്. ഓക്കെ, അപ്പം അതിനാണ് ഗ്രേ സ്കെയിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ. അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ്. ഏത് ഭാഗമാണ് ഫോർഗ്രൗണ്ട് ആണെന്നും ഏത് ഭാഗമാണ് ബാക്ക്ഗ്രൗണ്ട് ആണെന്നും ഗിംബ് നമ്മളോട് പറയണം. ഇനി താഴെ എഞ്ചിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതെന്താണ് എഞ്ചിൻ? ഗിംബ് രണ്ട് രീതിയിലാണ് കണക്ക് കൂട്ടുന്നത്. ഏതാണ് ബാക്ക്ഗ്രൗണ്ട് എന്നും ഏതാണ് ഫോർഗ്രൗണ്ട് എന്നും ഗിംബ് രണ്ട് രീതിയിലാണ് കണക്ക് കൂട്ടുന്നത്. അതിനാണ് ഈ എഞ്ചിൻ എന്ന് പറഞ്ഞ് നടക്കുന്നത്. അതായത് മേറ്റിംഗ് ഗ്ലോബലിനും മേറ്റിംഗ് ലിവിനും. ഇതിൽ ഇച്ചിരി ഇമ്പ്രൂവ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ മേറ്റിംഗ് ലിവിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ. അതായത് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗിംബ് ഇച്ചിരി നല്ല രീതിയിൽ കണക്ക് കൂട്ടിയിട്ട് മനസ്സിലാക്കും. കണ്ടല്ലേ? ഇവിടെയൊക്കെ പോരായ്മകളൊക്കെ വന്നത് ഫിക്സ് ചെയ്തു. പക്ഷേ ഇവിടെ ഇച്ചിരി ഇതുണ്ട്. അതെന്ത് ചെയ്യണം? ഡ്രോ ഫോർഗ്രൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു. നമ്മുടെ പെയിന്റ് ബ്രഷിന്റെ സൈസ് കുറച്ചു. അതായത് സ്ട്രോക്ക് വിഡ്ത്ത് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ച് നമ്മൾ ബ്രഷിന്റെ സൈസ് ഓൾറെഡി കുറച്ചിട്ടേക്കാണ്. എന്നിട്ട് ആ ഭാഗം ഒന്ന് വരയ്ക്കാമെങ്കിലും കണ്ടല്ലേ? ഗിംബ് നല്ല രീതിയിൽ മേറ്റിംഗ് ലെവിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ച് ഗിംബ് മനസ്സിലാക്കും. അതായത് ഗിംബിന്റെ വേറൊരു രീതിയാണത് മനസ്സിലാക്കാൻ, കണക്ക് കൂട്ടാനുള്ള വേറൊരു ഗിംബിന്റെ രീതിയാണത്. അപ്പം അത് വെച്ച് നമ്മളെ എഡ്ജിലൊക്കെ വരച്ചു കഴിഞ്ഞാൽ ഇച്ചിരി നല്ല രീതിയിൽ ഗിംബ് സെലക്ഷൻ ഇടുന്നതായിരിക്കും. അപ്പം നമുക്ക് അങ്ങനെ പല ഭാഗത്തൊക്കെ ഫിക്സ് ചെയ്യാവുന്നുള്ളൂ. ഇവിടെ കണ്ടില്ലേ? ഇപ്പം നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? ഇച്ചിരി ബ്രഷ് സൈസ് ഇച്ചിരി കുറയ്ക്കാം. അത് ഒത്തിരി കൂടിപ്പോയി. അല്ല, അത്ര നമുക്ക് കുറച്ച് മാത്രം മതി. ഓക്കെ, കണ്ടല്ലേ? അപ്പം ഗിംബ് ഇച്ചിരി നല്ല രീതി കണക്ക് കൂടിയാണ്. അപ്പം ഇവിടെ ഇച്ചിരി പോരായ്മയുണ്ട്. കണ്ടില്ലേ? അപ്പം ഇവിടെ ഇച്ചിരി പോരായ്മയുണ്ട്. പക്ഷേ ഇതിനേക്കാളും നല്ലൊരു സെലക്ഷൻ ടൂൾസ് നമ്മുടെ ഗിംബിനകത്ത് അവൈലബിൾ ആണ്. ക്വിക്ക് മാസ്കും മാസ്ക് ടൂളും. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ കാര്യങ്ങൾ. പിന്നെ അതിൻ്റെ താഴെ ലെവൽസ് ഉണ്ട്, ആറ്റി ലെവൽസ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഈ ലെവൽസ് കൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാകത്തില്ല. ലെവൽസ് കുറച്ചിടുന്നതായിരിക്കും ഇച്ചിരി നല്ലത്. ഇപ്പോൾ ഞാൻ ലെവൽസ് ഒന്നാക്കി കഴിഞ്ഞാൽ ഇച്ചിരി നല്ല രീതിയിലായിരിക്കും ഗിംബ് മിക്കവാറും സെലക്ഷൻ ഇടുക. കണ്ടല്ലേ? ഇച്ചിരി സ്മൂത്ത് ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇച്ചിരി പോരായ്മയുണ്ട്. അവിടെ എന്ത് ചെയ്യണം? നമ്മുടെ പെയിന്റ് ബ്രഷ് എടുക്കുക, ഒന്ന് വരയ്ക്കുക. കണ്ടില്ലേ? അവിടെ ഫിക്സ് ആയി. അപ്പം ചെറിയൊരു പോരായ്മയുണ്ട്, സാരമില്ല. സമയത്തോടെ നിങ്ങൾ തന്നെ സമയം കണ്ടെത്തി അതങ്ങ് ചെയ്യുക. ഓക്കെ, അപ്പം അതിൻ്റെ മുകളിലായിട്ട് ഫെദർ എഡ്ജസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. എന്താണ് ഈ ഫെദർ എഡ്ജസ്? അപ്പം നമ്മൾ ഇനി ഒന്നുകൂടി എൻ്റർ കൊടുത്താൽ, ഞാൻ നേരത്തെ പറഞ്ഞു സെലക്ഷൻ വീഴും, എന്നിട്ട് ഉറുമ്പ് എഴയുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ ഫെദർ എഡ്ജസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് എൻ്റർ കീ കൊടുക്കാം. എൻ്റർ കീ കൊടുത്തിട്ട് നമുക്ക് നോക്കാം നമ്മുടെ ഉറുമ്പ് എഴയുന്നത്. അതായത് ഒന്ന് ക്യാൻവാസിൽ വരിക, എന്നിട്ട് എൻ്റർ കൊടുക്കുക. ഓക്കെ, സോറി, ക്യാൻവാസിൽ വന്നൊന്ന് ക്ലിക്ക് ചെയ്യുക ഈ ഭാഗത്തായിട്ട്. ഓക്കെ, ക്ലിക്ക് ചെയ്ത ശേഷം എൻ്റർ കൊടുക്കുക, എന്നിട്ട് എൻ്റർ കൊടുക്കുക. ഓക്കെ, എൻ്റർ കൊടുത്തപ്പം ഗിംബ് സ്വഭാവമായിട്ട് അവിടെ സെലക്ഷൻ വീണിട്ടുണ്ട്. ഇതായത് നമ്മൾ ഈ കാണുന്ന ഈ ഭാഗം കണ്ടില്ലേ? ഈ സെലക്ഷൻ വീണിട്ട് ഈ ഉറുമ്പ് എഴയുന്ന ഈ ഭാഗത്ത് ഇതാണ് എഡ്ജ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ എഡ്ജ് ഭാഗത്ത് ഇപ്പം ഞാൻ ഉദാഹരണം ഒരു കളർ ഒന്ന് ഫില്ല് ചെയ്ത് കാണിക്കാം. ഞാനിപ്പം ഒരു കളർ വെച്ച് ഫില്ല് ചെയ്തു. ആ ഭാഗണ്ടില്ലേ? അവിടെ ഇച്ചിരി എന്താണ് ഷാർപ്പായിട്ടുള്ള ഒരു ഭാഗമാണ് അല്ലേ? കണ്ടില്ലേ? ആ ഭാഗത്ത് ഇച്ചിരി ഷാർപ്പാണ്. അത് നമുക്ക് ഇച്ചിരി എന്താണ് സ്മൂത്ത് ആക്കാൻ പറ്റും. ഓക്കെ, അതായത് ഇപ്പോൾ സെലക്ട് എടുത്തിട്ട് ഫെദർ കൊടുക്കുക. ഫെദർ കൊടുത്തിട്ട് നമ്മളൊരു 10-14 എന്ന് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി കൊടുക്കുക. കണ്ടില്ലേ? ഇച്ചിരി സ്മൂത്ത് ആയ കണ്ടില്ലേ? അപ്പം ഇതിനാണ് എഡ്ജ് ഒന്ന് ഇച്ചിരി സ്മൂത്ത് ആക്കാൻ വേണ്ടിയാണ് ആ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇപ്പം കറക്റ്റായിട്ട് ഒരു ഫെദർ ഓപ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഏകദേശം ഒരു 4 ഇടാം. ഇച്ചിരി സ്മൂത്ത് ആയിട്ട് ഒരു ഓപ്ഷൻ വന്നു. ഇപ്പം നമുക്ക് സെലക്ഷൻ വീണ്ടുണ്ട്. നമുക്ക് ഈ സെലക്ഷൻ വെച്ച് വേണമെങ്കിൽ വേണ്ട നമുക്ക് അതിൻ്റെ നിറം മാറ്റാം. ഹ്യൂ സാച്ചുറേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പൂവിൻ്റെ നിറം മാറ്റാം, പൂവിൻ്റെ മാത്രമായിട്ട്. കണ്ടില്ലേ? അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഫോർഗ്രൗണ്ട് സെലക്ട് ടൂൾ എന്ന് പറഞ്ഞ ടൂൾ. ഇനിയിപ്പോൾ കീബോർഡിലെ Ctrl+Shift+A പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ സെലക്ഷൻ കളയാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്. അതായത് എങ്ങനെയാണ് സൂം ചെയ്യുന്നത്? ഞാൻ ഓൺ ദ സ്പോട്ടിൽ എങ്ങനെയാണ് സൂം ചെയ്യുന്നത്? കീബോർഡിലെ കൺട്രോളും പ്രസ് ചെയ്തുകൊണ്ട് മൗസിലെ വീല് മുൻപോട്ട് കറക്കുകയാണെങ്കിൽ സൂം ആവും. ഇനിയും പിറകോട്ട് കറക്കുകയാണെങ്കിൽ സൂം ഔട്ട് ആവും. അത്രേ ഉള്ളൂ കാര്യം. കണ്ടല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ക്വിക്ക് മാസ്ക് എന്ന് പറയുന്ന ഓപ്ഷനായിട്ട് വരാം. ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർ ഗിംബ് പഠിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഈ ചാനൽ പുതിയതാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം.